ഞാൻ ഹൈദർ അലി, കൽപ്പേനി ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂളിലെ പ്രധാന അധ്യാപകൻ. ലോക ജനത ഇന്ന് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നാം എല്ലാ അർത്ഥത്തിലും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ചുറ്റുവട്ടങ്ങളൊക്കെ താറുമാറായി എല്ലാ അർത്ഥത്തിലും ഒരു അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ജീവിതം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വൃത്തി, ആരോഗ്യകരമായ ജീവിതശൈലി, അതേപോലെ തന്നെ ചിട്ടയുള്ള മുന്നോട്ട് പോക്ക്, സാമൂഹിക അകലം തുടങ്ങിയവയൊക്കെ തന്നെ അനിവാര്യ ഘടകമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും കുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവധി ദിനങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകുവാനുള്ള സമയമായി. നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പഠിക്കുക, പഠന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുക, ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നതാണ്. അതിനുവേണ്ടി പഠനം ആരംഭിക്കാനുള്ള സമയമായി. ശാന്തവും സന്തോഷവും സംതൃപ്തവും ഐശ്വര്യസമ്പൂർണവുമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേരള പാഠാവലിയിലെ 1-ാം ഭാഗത്തിലെ സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗമാണ് നാം ഇവിടെ പങ്കുവെക്കുന്നത്. സാന്ദ്ര സൗഹൃദം എഴുതിയതാരാണ്? രാമപുരത്ത് വാര്യർ. സാന്ദ്ര സൗഹൃദം എന്ന കൃതി എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഓർക്കുന്നുണ്ടോ? ഇതാ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സാന്ദ്ര സൗഹൃദം. ഈ സാന്ദ്ര സൗഹൃദം എന്ന ഈ കവിതാഭാഗം 8-ാം ക്ലാസ്സിലെ CBSE കുട്ടികൾക്ക്, കേരള പാറ്റേൺ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സാന്ദ്ര സൗഹൃദം എഴുതിയിരിക്കുന്നത് രാമപുരത്ത് വാര്യർ. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന മഹത്തായ വഞ്ചിപ്പാട്ട് ശാഖയിലുള്ളതാണ് ഇത്. മലയാള ഭാഷയ്ക്ക് തന്നെ അഭിമാനമായി ഒരു പുതിയൊരു പ്രസ്ഥാനത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ രാമപുരത്ത് വാര്യർക്ക് സാധിച്ചു. ഏതിലൂടെ? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന പ്രസ്ഥാനത്തിലൂടെ. അതിൻ്റെ ശൈലിയും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ താളങ്ങളും അതിൻ്റെ ഭാവതാളങ്ങളും നമുക്കൊന്ന് നോക്കണ്ടേ? ഈ ചിത്രങ്ങൾ നോക്കുക, ഈ കാഴ്ചകൾ കാണുക, ലക്ഷദ്വീപിൻ്റെ മനോഹരമായ പ്രകൃതി മനോഹാരിത ആസ്വദിക്കുക. കണ്ടുവല്ലോ, ചിത്രങ്ങൾ കണ്ടു, കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്? എന്തൊക്കെ കണ്ടു? ബോട്ടിൻ്റെ ചലനങ്ങൾ. അതിൻ്റെ എന്തിനാ ബോട്ട് ഇങ്ങനെ ചലിക്കാൻ കാരണം എന്താ? ബോട്ടിനെ താങ്ങി നിർത്തുന്ന ഓളങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓളങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നത്? പൊങ്ങിയും താഴ്ന്നുമാണ് ചലിക്കുന്നത്. പിന്നെന്താ കണ്ടത്? ചെറിയ ചെറിയ തോണികൾ കണ്ടു. തുഴഞ്ഞു പോകുന്ന തോണികൾ നിങ്ങൾ കണ്ടു. ചെറിയ ചെറിയ മറ്റ് ചില വസ്തുക്കളൊക്കെ അവിടെ കിടന്ന് പൊങ്ങിയും താഴ്ന്നും കളിക്കുന്നത് കണ്ടു. ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത്? ഓളങ്ങൾ ഒരേപോലെയല്ല. പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു സംഗീതമുണ്ട്. പ്രകൃതിയുടെ സംഗീതമറിയുന്നു ഞാൻ, നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുള്ള വരവും തരിച്ചുള്ള ഏകിക്കരച്ചിലും. പ്രകൃതിക്ക് പ്രകൃതിയുടെ ഒരു സംഗീതമുണ്ട്, അതിനൊരു താളമുണ്ട്, അതിനൊരു ലയമുണ്ട്, അതിനൊരു രീതിയുണ്ട്. ഈ പ്രകൃതിയുടെ ഈ രീതിയാണ് എന്തിനു വേണ്ടി എടുത്തിരിക്കുന്നത്? നമ്മുടെ രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുന്ന കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ രീതി
കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ രീതി. എന്തിനാ മൂപ്പരി വഞ്ചിപ്പാട്ട് രീതി തന്നെ എഴുതിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാ അതിന് പ്രത്യേകത ഒരു വഞ്ചിപ്പാട്ടെന്ന് പേര് വരാൻ കാരണം എന്താണ്? നമുക്ക് കുറച്ച് അങ്ങോട്ട് ചിന്തിക്കാം. 18-ാം നൂറ്റാണ്ട് കാലഘട്ടം കേരളത്തിലെ ആ വഞ്ചിയിലൂടെ യാത്ര ചെയ്യുന്നതും പുഴയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തോണിയിലൂടെ വഞ്ചിയിലൂടെ സഞ്ചരിച്ചു. സാധന സാമഗ്രികളൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് മിക്ക സ്ഥലങ്ങളിലേക്കും. ഇങ്ങനെ ആയാസപ്പെട്ട് അവർ തോണി തുഴഞ്ഞിങ്ങനെ പോകുമ്പോൾ അവർക്കൊരു ആശ്വാസം വേണ്ടേ? അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? അതിന് പാട്ട് പാടുന്നു. അതിന് പാട്ട് പാടിയപ്പോൾ എന്താണ്? അവരുടെ തൊഴിലിന്, അവരുടെ പ്രവൃത്തിക്ക്, അവരുടെ തോണി തുഴയലിന് ഒരു പ്രത്യേക സുഖം അനുഭവപ്പെട്ടു. നമ്മുടെ ഇവിടെയും ഓടം വലിക്കുമ്പോൾ, തണ്ട് വലിക്കുമ്പോഴും ആ ഒരു രീതിയിലുള്ള പല നാടൻ പാട്ടുകളും പാടാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി. എന്താണ് വഞ്ചിപ്പാട്ട്? എന്താണ് വഞ്ചിപ്പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ? എന്താണ്? അല്ലെങ്കിൽ വഞ്ചിപ്പാട്ടിലുള്ള രീതി എങ്ങനെയാണ് ലഭിച്ചത്? ഇതിനൊരു രീതിക്ക് ഒരു പേരുണ്ട്, ഒരു വൃത്തം. ഏതാണ് വൃത്തം? നഥോന്നത വൃത്തം. എന്താണ് നഥോന്നത? നമുക്ക് വൃത്തവും അലങ്കാരങ്ങളൊക്കെ കുറച്ച് മാത്രം പഠിക്കാം, കൂടുതലും വേണ്ട. നമുക്ക് ആശയങ്ങളിലേക്ക് വരാം. നഥോന്നത വൃത്തത്തിലാണ് ഈ വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതി രചിക്കുവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ രാമപുരത്ത് വാര്യർ എന്തിനാ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത്? അതിനെക്കുറിച്ച് ഒരു ചെറിയ ഐതിഹ്യമുണ്ട്. കഥയമമ കഥയമമ കഥകളതിസാദരം കാകുസ്തലീലകൾ കേൾക്കാൻ മതീവര. കഥയമമ കഥയമമ കഥകളതിസാദരം കാകുസ്തലീലകൾ കേട്ടാൽ മതീവര. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ആ കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ? മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവനന്തപുരം ഭരിച്ചിരുന്ന കാലഘട്ടം. രവിവർമ്മ മഹാരാജാവും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാമപുരത്ത് വാര്യർ അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം ചെറിയ ചെറിയ സംസ്കൃത കവിതകൾ കുട്ടികളെ പഠിപ്പിക്കുക, സംസ്കൃത ഭാഷ കുട്ടികളെ പഠിപ്പിക്കുക, അതിലൂടെ അദ്ദേഹം ഉപജീവനം കണ്ടെത്തി അങ്ങനെ ജീവിച്ചു പോന്നു. ആ സമയത്ത് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ കവിക്ക് ഒരു താല്പര്യം, ഒരു അവസരം കിട്ടി. അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്ക് എത്തി. രാമപുരത്ത് വാര്യർ തൻ്റെ സങ്കടം വർദ്ധിച്ചു. എന്താണ്? എനിക്കൊന്ന് മാർത്താണ്ഡവർമ്മയെ ഒന്ന് കാണണം. രവിവർമ്മ രാജാവ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. മാർത്താണ്ഡവർമ്മയുടെ അടുത്തെത്തി ഭവ്യതയോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി തൻ്റെ സംസ്കൃത ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചു. ശരി, ഭേഷായി, നന്നായിരിക്കണേ, അങ്ങോട്ട് വരിക, തിരുവനന്തപുരത്തേക്കൊന്ന് എത്തുക സമയം കിട്ടുമ്പോൾ എന്നങ്ങ് ഉരച്ചു. അങ്ങനെ ഇത് കേൾക്കേണ്ട താമസം രാമപുരത്ത് വാര്യർ അങ്ങ് ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വഞ്ചിയിലൂടെ അദ്ദേഹത്തോടൊപ്പം മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോടൊപ്പം വഞ്ചിയിലൂടെ അങ്ങനെ യാത്ര ചെയ്തു. വഞ്ചിയിലൂടെയുള്ള യാത്ര നമുക്കറിയാം, പൊങ്ങിയും താഴ്ന്നും ചരിക്കുന്ന ആ യാത്ര. അങ്ങനെ യാത്രക്കിടയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമപുരത്ത് വാര്യരോട് പറഞ്ഞു, ഒരു ശ്ലോകം അങ്ങ് രചിക്കുക, ഒരു കവിത അങ്ങ് എഴുതുക. ഇത് കേട്ടപ്പോൾ തുടങ്ങി, അപ്പം തന്നെ അങ്ങ് എഴുതാൻ തുടങ്ങി. അങ്ങനെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതി. അങ്ങനെ മനോഹരമായിട്ട് എഴുതി. ഇത് പോകുന്ന വഴിക്കാണ് എഴുതിയത്, വഞ്ചിയിലൂടെ പോകുമ്പോഴാണ് എഴുതിയത്. അതുകൊണ്ട് നഥോന്നത വൃത്തത്തിൽ തന്നെ എഴുതി. ആ വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ടായി. അദ്ദേഹത്തിന് സമർപ്പിച്ചു, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സമർപ്പിച്ചു. അദ്ദേഹം അത് കേട്ടു, വായിച്ചു. അതിൻ്റെ സംഗീതവും അതിൻ്റെ പദശൈലിയും ഒക്കെ തന്നെ അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷമായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമപുരത്ത് വാര്യർക്ക് പട്ടും വളയും സമ്മാനങ്ങളെല്ലാം നൽകി സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു. ഇതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കവിതയുടെ ഉത്ഭവം. നമ്മൾ നഥോന്നത വൃത്തം പഠിച്ചു. ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ രീതി എന്താണെന്ന് പഠിച്ചു. നഥോന്നത വൃത്തത്തിലാണെന്ന് പഠിച്ചു. ആരാണ് എഴുതിയത്? രാമപുരത്ത് വാര്യർ. ഏതാണ് കൃതി? കുചേലവൃത്തം.
കുചേലവൃത്തത്തിലെ ഏത് ഭാഗമാണ് നമുക്കുള്ളത് പഠിക്കുവാൻ? ഏത് ഭാഗമാണ് പഠിക്കുവാനുള്ളത്? സാന്ദ്ര സൗഹൃദം. എന്താണ് സാന്ദ്ര സൗഹൃദം? എന്താണ് സാന്ദ്ര സൗഹൃദം? ദൃഢമായ സ്നേഹബന്ധം, ദൃഢമായ സ്നേഹബന്ധം, ദൃഢമായ സുഹൃത്ത് ബന്ധം, ദൃഢമായ ബന്ധം. ഇന്ന് ഇത്രക്കും ദൃഢമായ ബന്ധം ആവശ്യമാണല്ലോ. പ്രത്യേകിച്ചും ലോകം മുഴുവനും നാം പരീക്ഷണത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സേവിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം വേദനകളിൽ പങ്കുകൊള്ളുക. അതാണ് നമുക്ക് വേണ്ടത്. ഇത്തരം ഗുണനിലവാരങ്ങൾ നമ്മുടെ കുട്ടികൾക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും വേണ്ടതല്ലേ? അതെ, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, സഹായിക്കുക, ആ ഒരു അവസ്ഥ. ഇനി നമുക്ക് ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ എന്താണ് പ്രധാനമായിട്ടും വർണ്ണിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒന്നിച്ച് പഠിച്ചതും അവർ അനുഭവങ്ങൾ പങ്കുവച്ചതും ദുഃഖങ്ങൾ പങ്കുവച്ചതുമായ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും വിശദീകരിക്കുന്നത്. ഇതിന് നമുക്ക് പഠിക്കുവാനുള്ള സാന്ദ്ര സൗഹൃദം എന്ന ഭാഗം, കുചേലൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, ശ്രീകൃഷ്ണൻ തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അന്ന് ഒന്നിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ പഠന ദിനങ്ങളൊക്കെ തന്നെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് പാഠത്തിലെ. ഇനി പാഠത്തിലേക്ക് വരാം. വഞ്ചിപ്പാട്ട് രീതി പഠിച്ചു, കവിത ഉണ്ടാകുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പഠിച്ചു, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർ എന്ന മഹൽ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കുവാനുള്ള സാന്ദ്ര സൗഹൃദം എന്ന കവിതയിലേക്ക് വരാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സന്ദീപാനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ചു വിറകില്ലഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പുക്കിന്തനെ മൂടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട സ്മകം മോഹമേളെ വളർത്തതും മൂഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്ന് ഭൂമിക്കാറ്റത്തന്നുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കൊർത്തുകൈകൾ പീഡിച്ചതും പിന്നെ പേടി തീരും വണ്ണ മാർത്താണ്ഡനു മുദിച്ചതും മറന്നില്ലല്ലീ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ താപം കൊണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കാതെയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. നന്മ നമുക്കാതെയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. നോക്കൂ, ഈ കവിത ഒന്ന് കേട്ടു, നിങ്ങൾ വായിച്ചു, ആസ്വദിച്ചു, മനസ്സിലാക്കി. നിങ്ങളും ഇതേപോലെ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കിക്കൂടെ? ഇതേപോലെ നല്ല ഈണത്തിലും ഭാവത്തിലും അതിൻ്റേതായ ശൈലിയിലും കവിതകൾ എഴുതുവാൻ നിങ്ങൾക്കും സാധിക്കും. ഉറപ്പാണ്. നിങ്ങളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. നന്നായിട്ട് കവിതകൾ എഴുതുവാനും നന്നായിട്ട് പാട്ടുകൾ രചിക്കുവാനും ഒക്കെ സാധിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഉദാഹരണമായിട്ട് ഇതൊന്ന് കേൾക്കുക. എട്ടിൽ പഠിക്കുന്ന നിങ്ങൾ ഒട്ടും പിന്നിൽ വന്നിടാതെ ഒത്തൊരുമിച്ചുത്തമരായി പഠിച്ചിടണം. എട്ടിൽ പഠിക്കുന്ന നിങ്ങൾ ഒട്ടും പിന്നിൽ വന്നിടാതെ ഒത്തൊരുമിച്ചുത്തമരായി പഠിച്ചിടണം. പട്ടും വളയുമണിയാൻ മുട്ടില്ലാതെ ഗമിച്ചിടാൻ ഉന്നതങ്ങളിലെത്തിച്ചേരാൻ ശ്രമിച്ചിടണം.
പട്ടും വളയുമണിയാൻ മുട്ടില്ലാതെ ഗമിച്ചിടാൻ ഉന്നതങ്ങളിലെത്തിച്ചേരാൻ ശ്രമിച്ചിടണം. ഉന്നതങ്ങളിലെത്തിച്ചേരാൻ ശ്രമിച്ചിടണം. ഉന്നതങ്ങളിലെത്തിച്ചേരാൻ ശ്രമിച്ചിടണം. ഇതേപോലെ കവിതകളൊന്ന് എഴുതി നോക്കൂ. ഇനി കവിതയുടെ പ്രത്യേകതകൾ, കവിതയുടെ ആശയതലങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാസം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പങ്കുവെക്കാം. എങ്ങനെ? ഇഷ്ടമായില്ലേ ക്ലാസ്? ശ്രദ്ധിക്കുക, വായിച്ച് മനസ്സിലാക്കുക, ഇതിൻ്റെ ചരിത്ര താളുകൾ മനസ്സിലാക്കുക, ഇതിൻ്റെ കഥയും ഉപകഥകളും മനസ്സിലാക്കുക. ഒക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണണം.